Hello everyone, welcome back to my channel. ഇന്ന് മെയ് 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, കോൾ മൈനേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th മെയ് ആണ്. അപ്പോൾ എല്ലാ വർഷവും കോൾ മൈനേഴ്സ് ഡേ 4th മെയ് ആണ് ഒബ്സർവ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻ്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതും 4th മെയ് ആണ്. ഇൻ്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇൻ്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ 4th മെയ് ആൻഡ് ദിസ് ടൈം ഇറ്റ് വിൽ ബി ഒബ്സർവ്ഡ് ഓൺ സാറ്റർഡേ. On December 2, 1998, members of the Geelong West Fire Brigade answered a call to aid firefighters combating a wildfire in Linton, Victoria, Australia. It also serves as a day of remembrance for firefighters who lost their lives protecting others. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫയർ ഫൈറ്റേഴ്സ് അതായത് ജോലിയുടെ ഇടയിൽ അവർ ലൈഫ്സ് സേവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരുടെ ലൈഫ്സൊക്കെ പോയ ആൾക്കാർ അവരെയൊക്കെ റിമെമ്പർ ചെയ്തുകൊണ്ടാണ്, ആ റിമെമ്പറൻസിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇൻ്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th മെയ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെക്കൻഡ് സെഷൻ ഓഫ് ഇന്ത്യ നൈജീരിയ ജോയിൻറ്റ് ട്രേഡ് കമ്മിറ്റി ഹെൽഡ് ഇൻ അബൂജ. അപ്പോൾ സെക്കൻഡ് സെഷൻ ഓഫ് ഇന്ത്യ നൈജീരിയ ജോയിൻറ്റ് ട്രേഡ് കമ്മിറ്റി അബൂജ, നൈജീരിയയുടെ ക്യാപിറ്റലായ അബൂജയിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യസ് സർവീസസ് എക്സ്പോർട്സ് ഗ്രോത്ത് എൻറ്റേഴ്സ് സ്ലോ ലെയിൻ ഇൻ ഫിനാൻഷ്യൽ ഇയർ 24, RBI ഡാറ്റ. അപ്പോൾ ഒരു RBI ഡാറ്റ പ്രകാരം അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സർവീസസ് എക്സ്പോർട്സ് ഗ്രോത്ത് സ്ലോ ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ 24 എന്നാണ് പറഞ്ഞിട്ടുള്ളത് RBI ഡാറ്റ പ്രകാരം. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെറുതായിട്ട് വായിച്ച് നോക്കാം. ആഫ്റ്റർ റെക്കോർഡിംഗ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഫോർ 2 consecutive years, India's services exports decelerated in financial year 24 to a 3-year low, with a modest increase of 4.9% to $341.1 billion. Data released by Reserve Bank of India showed. അപ്പോൾ 4.9% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടത് $341.1 ബില്യൺ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഹവർ നെറ്റ് സർവീസസ് എക്സ്പോർട്സ് ഗ്രൂ അറ്റ് എ റോബസ്റ്റ് പേസ് ഓഫ് 13.6% to $162.8 billion as services imports contracted 2% to $178.3 billion during the financial year ended March 31st. അപ്പോൾ അതൊക്കെ മാർച്ച് 31st എൻഡായ ആ ഫിനാൻഷ്യൽ ഇയർ 24 കാര്യങ്ങളാണ്, ഡാറ്റാസ് കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. C2FO's TREDS platform goes live with SBI and Dabur India as first participants. അപ്പോൾ C2FO എന്ന് പറയുന്ന ലീഡിംഗ് ഓൺ ഡിമാൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാറ്റ്ഫോം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ഇറ്റ്സ് പ്ലാറ്റ്ഫോം ദാറ്റ് അഡ്രസ്സസ് ലിക്വിഡിറ്റി ചാലഞ്ചസ് ഫേസ്ഡ് ബൈ MSMEs ഹാസ് ഗോൺ ലൈവ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഡാബർ ഇന്ത്യ ആസ് ഇനോഗ്രൽ പാർട്ടിസിപ്പൻസ്. അങ്ങനെ ലൈവ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഡാബർ ഇന്ത്യയുടെയും കൂടെ. അപ്പോൾ ദിസ് ഫോളോസ് ദ റീസെൻറ്റ് അപ്രൂവൽ റിസീവ്ഡ് ബൈ C2FO's wholly owned subsidiary C2FO Factoring Solutions Private
ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ഓപ്പറേഷണലൈസ് ദ TREDS. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Paytm Money poised for leadership shift as Varun Sridhar steps down. Rakesh Singh named as a new CEO. അപ്പോൾ Paytm Money poised for leadership shift as Varun Sridhar step down ചെയ്തു. രാകേഷ് സിംഗ് ആണ് പുതിയ CEO ആയിട്ട് നെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Paytm മണിയുടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് നെയിംസ് കരോൾ ഫുർട്ടാഡോ ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് കരോൾ ഫുർട്ടാഡോസിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ബ്ലാക്ക് റോക്ക് ആൻഡ് സൗദി PIF ഫോർജ് $5 billion ഇൻവെസ്റ്റ്മെൻറ്റ് പാക്റ്റ്. അപ്പോൾ ബ്ലാക്ക് റോക്കും സൗദി PIFും ഒരു $5 billion ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ബ്ലാക്ക് റോക്ക് US അസറ്റ് മാനേജ്മെൻറ്റ് ഫേം, ഒരു US അസറ്റ് മാനേജ്മെൻറ്റ് ഫേമാണ് ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് സൗദി അറേബ്യാസ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന കമ്പനി signs a non-binding memorandum of understanding to establish a multi-asset class investment platform in Riyadh with an initial investment of up to $5 billion from the $700 billion Saudi Sovereign Wealth Fund. അപ്പോൾ ബ്ലാക്ക് റോക്കും സൗദി PIFും കൂടിയിട്ട് $5 billion ഇൻവെസ്റ്റ്മെൻറ്റ് പാക്റ്റ് സൈൻ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. OECD റിവൈസസ് ഇന്ത്യാസ് ഫിനാൻഷ്യൽ ഇയർ 25 ഗ്രോത്ത് ഫോർകാസ്റ്റ് അപ്വേർഡ് ടു 6.6%. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് റിവൈസ് ചെയ്തിട്ട് അപ്വേർഡ് ആക്കിയിരിക്കുകയാണ്. അത് 6.6% ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. TSSEZL ആൻഡ് ഹൈജൻകോ ഇങ്ക് പാക്ട് ഫോർ സെറ്റിംഗ് അപ്പ് എ ഗ്രീൻ അമോണിയ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ട് ഇൻ ഒഡീഷ. അപ്പോൾ TSSEZL എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, ടാറ്റ സ്റ്റീൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡും HHPയും, അതായത് ഹൈജൻകോ എന്ന് പറയുന്ന കമ്പനിയും കൂടിയിട്ട് 5 പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൈജൻകോ എന്ന പേരുള്ള HHP 5 പ്രൈവറ്റ് ലിമിറ്റഡും കൂടിയിട്ട് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് ടു എസ്റ്റാബ്ലിഷ് എ ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഗ്രീൻ അമോണിയ പ്രൊജക്ട് അറ്റ് TSSEZL's ഗോപാൽപൂർ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻ ഒഡീഷാസ് ഗഞ്ചാം ഡിസ്ട്രിക്ട്. അപ്പോൾ ഒഡീഷയിലത്തെ ഗഞ്ചാം ഡിസ്ട്രിക്റ്റിൽ ആ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ഗോപാൽപൂർ ഇൻഡസ്ട്രിയൽ പാർക്കിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ആ സൈൻ ചെയ്ത 2 ഫേംസാണ് ടാറ്റ സ്റ്റീൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡും പിന്നെ ഹൈജൻകോ എന്ന് പറയുന്ന കമ്പനിയും കൂടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.